ഗൈസ് അങ്ങനെ 27ാമത്തെ നോമ്പാണ്. ഇക്കൊല്ലത്തെ ഞങ്ങളുടെ ലാസ്റ്റ് നോമ്പാണ് ഹോസ്റ്റലിലുള്ളത്. ഇനി ഞങ്ങൾ നാളെ വീട്ടിൽ പോവാണ്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ എന്തൊക്കെയാ നോക്കാം. ടൈം ആവാനായിക്കൊണ്ടോ? ടൈം ആയി ഗൈസ്. ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ട് നോക്കാം. ഗൈസ് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം. നമുക്ക് നോമ്പ് തുറ നമുക്കിന്ന് കണ്ണാപ്പൂൻ്റെ റൂമിലാട്ടോ. കാരണം എൻ്റെ റൂമിൽ ആരുടെ നോമ്പ് തുറക്കാൻ. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് തിന്നലില്ല. ഒറ്റക്കായൻ്റെ റൂമൊക്കെ വന്നിക്കുകയാണ്. അപ്പം നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴമൊക്കെ തന്നിട്ടുണ്ട്. നല്ല ഷേപ്പുള്ളൊരു ഈത്തപ്പഴ ഗൈസ്. ഗൈസ് ഞാൻ കുടിക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഒരു വെള്ളമാണ്, കസ്കസും വെള്ളം. ഇതിനെ പറ്റി റിവ്യൂ പറയുകയാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുറച്ച് കസ്കസ് ഇട്ടിക്കണു, കുറച്ച് പഞ്ചസാര ഇട്ടിക്കണു. അതൊരു വെള്ളമാണ് ഇട്ടത്. അഭിരാമിൽ മാത്രം കണ്ടുവരുന്ന ഒരു വെള്ളമാണ്. അപ്പോൾ ജ്യൂസ് വാട്ടർമെലൻ ജ്യൂസ് ഉണ്ട്, അതിൻ്റെ കൂടെ അനാറുണ്ട്. പോരാ. അപ്പം ഇന്നൊരു സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് പോക്കറ്റ് ഉണ്ട്. ഇത് കൊള്ളാം. നല്ല മസാല ഒരു ബിരിയാണി, ഒരു ലെഗ് പീസിൻ്റെ ഷേപ്പിലൊരു മുട്ട, തൈര്, അച്ചാറ്, ഇതൊക്കെ കൂട്ടി ഒരു വെയിച്ചാണ്ടല്ലോ. കാരണം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ? ഇനി ഞങ്ങൾ അടുത്ത കൊല്ലം ഇവിടെ നോമ്പ് തുറ ഉണ്ടാവുള്ളൂ. നോമ്പ് സംഭവം ഒക്കെ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിലും ഇനി നോമ്പ് കഴിയുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും. ഈ പെൽച്ചയ്ക്കുള്ളതും പിന്നെ ഇപ്പോഴുള്ള ഫുഡും ഒക്കെ മിസ് ചെയ്യൂലേ?